Hi my dear friends, welcome back to another class. So today's class is personifications. Everyone knows what a person is. But do you know what personification is? എന്താണ് ഈ പേഴ്സണിഫിക്കേഷൻ? കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ 10th-ലും 9th-ലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവണം പേഴ്സണിഫിക്കേഷൻ. സോ നോക്കാം എന്താണ്, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നോക്കിയെടുക്കാം. സോ പേഴ്സണിഫിക്കേഷൻ ആക്ച്വലി പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നതും ഒരു മെറ്റഫറാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു വാട്ട് ഈസ് സിമിലി ആൻഡ് മെറ്റഫോർ. ആ വീഡിയോ കാണാത്തവർ വീഡിയോ കാണണം. മെറ്റഫർ ആൻഡ് സിമിലി വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ഇതിൽ. സോ എ ടൈപ്പ് ഓഫ് മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നതും ഒരു മെറ്റഫർ തന്നെയാണ്, എ ടൈപ്പ് ഓഫ് മെറ്റഫർ ആണ്. ഓക്കെ, മെറ്റഫർ എന്തിനാ ഉപയോഗിക്കുക? ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തേ. യെസ്, കമ്പാരിസൺ. വെരി ഗുഡ്. ഇവിടെയും കമ്പാരിസൺ തന്നെയാണ്, പക്ഷെ വേറൊരു രീതിയിലാണ് മാത്രം. അതായത് ഇറ്റ്സ് എ കോമൺ ലിറ്റററി ടൂൾ. അറിയാലോ, പേഴ്സണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ, ഓൾ എന്താണ്? യെസ്, ലിറ്റററി അല്ലെങ്കിൽ പോയറ്റിക് ടൂളാണ്, പോയറ്റിക് ഡിവൈസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം. ഓക്കെ, സോ പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൽ തന്നെ മനസ്സിലാക്കാം. പേഴ്സൺ, ഓഫ് കോഴ്സ് ഹ്യൂമൻ, നമ്മളെല്ലാവരും. പേഴ്സണിഫിക്കേഷൻ എന്തോ സംതിങ് റിലേറ്റഡ് ടു. എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ, എഴുത്തിൽ, കഥയിൽ, കവിതയിൽ ഈ പേഴ്സണിഫിക്കേഷൻ കടന്നു വരുന്നത്? When we assign qualities of a human or a person to something that is not human, നമ്മൾ എന്തെങ്കിലും ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ്, ഒരു നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും കാര്യം, ഓടുക, പറക്കുക, വട്ടവർ, റൺ ചെയ്യുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നമ്മളുടെ എല്ലാ വർക്ക്സുകളും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം നമ്മൾ മനുഷ്യനല്ലാത്ത, ജീവനില്ലാത്ത ഒരു സംഭവത്തിനോട് അസൈൻ ചെയ്യാണ്. അതങ്ങനെ ചെയ്തു, ഇതിങ്ങനെ ചെയ്തു. പക്ഷെ ഈ ചെയ്യുന്നത് ആരാണ്? മനുഷ്യനല്ല. എന്നാൽ ചെയ്യുന്നത് എന്താണ്? മനുഷ്യന്മാർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ലിറ്റററി, ഇങ്ങനെ സാഹിത്യപരമായിട്ട്, അല്ലെങ്കിൽ പോയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോസ് ആയിക്കോട്ടെ, അവിടെ എഴുത്തുകാർ ഉപയോഗിക്കുന്ന ഈ പരിപാടിക്കാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ ക്വാളിറ്റീസ് മനുഷ്യന്മാരല്ലാത്ത, ജീവനില്ലാത്ത ഒരു സംഭവത്തിനോട് അസൈൻ ചെയ്തു കൊടുക്കുന്നു, അത് ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ ഒരു സംഭവമാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി, ഹ്യൂമൻ അല്ലാത്ത ഒരു സംഭവം ചെയ്യുക എന്ന് പറയുന്നു അല്ലെങ്കിൽ എഴുതുന്നു. ഇതാണ് പേഴ്സണിഫിക്കേഷൻ. വെരി സിമ്പിൾ. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ: ലൈറ്റ്നിങ് ഡാൻസ്ഡ് അക്രോസ് ദ സ്കൈ. ലൈറ്റ്നിങ് ഡാൻസ്ഡ് അക്രോസ് ദ സ്കൈ. വെരി സിമ്പിൾ എക്സാമ്പിൾ. ലൈറ്റ്നിങ് നമുക്കറിയാം, ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ, ഇടിമിന്നൽ. ഇവിടെ ലൈറ്റ്നിങ് പറയുമ്പോൾ മിന്നൽ. ഡാൻസ്ഡ് അക്രോസ് ദ സ്കൈ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കണ്ടിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇടിമിന്നൽ വരുമ്പോൾ ആകാശത്തേക്ക്? നോക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ആ ഒരു ഫ്ലാഷസ്. സോ നമ്മളിവിടെ എന്താ പറയുന്നത്? ലൈറ്റ്നിങ് ഡാൻസ്ഡ് അക്രോസ് ദ സ്കൈ എന്ന് പറയുന്നത്. അപ്പോൾ ഡാൻസിങ് ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. ബട്ട് ഇവിടെ ലൈറ്റ്നിങ് ആണ് ഡാൻസ് ചെയ്യുന്നത് ആകാശത്തിൽ. അതുപോലെ തന്നെ ദ ക്യാമറ ലവ്സ് ഹെർ സിൻസ് ഷീ ഈസ് സോ പ്രിറ്റി. ക്യാമറ അങ്ങ് ഇഷ്ടപ്പെട്ടോളെ, കാരണം അവൾ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അവിടെ ക്യാമറയാണ് ഇഷ്ടപ്പെടുന്നത്. പേഴ്സണിഫിക്കേഷൻ, ബട്ട് നോട്ട് ക്യാമറാമാനാ, ക്യാമറാമാൻ അല്ല, അത് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതാണ് പേഴ്സണിഫിക്കേഷൻ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മനുഷ്യന്മാരല്ലാത്തതിനോട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുക. അതൊരു പോയറ്റിക് ഡിവൈസ് ആയിട്ട് അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, പോയത്തിലെയോ അല്ലെങ്കിൽ പ്രോസിലെയോ ആ ഒരു സംഭവത്തിൽ അതിൻ്റെ ബ്യൂട്ടിഫുൾ, അതിൻ്റെ ഒരു നമുക്ക് കൂടുതൽ ആസ്വാദികരമാക്കാൻ വേണ്ടിയിട്ട് എഴുത്തുകാർ ചെയ്യുന്ന ഈ ഒരു സംഭവമാണ് പേഴ്സണിഫിക്കേഷൻ. സിമ്പിളാണ്. ആസ് യൂഷ്വൽ എഴുതുക. വീണ്ടും എത്രത്തോളം എക്സാമ്പിൾസ്, എത്രത്തോളം പേഴ്സണിഫിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എഴുതുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, വളരെ ചെറിയ ടോപ്പിക്കുമാണ്. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാതെ നിങ്ങളുടെ മനസ്സിലിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. ഒരു മിനിമം ഒരു 10 ഒരു പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് എഴുതും നിങ്ങൾ. എന്നാൽ ഐ എം വെരി ഹാപ്പി. നിങ്ങൾ കമൻ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന എനിക്ക് വിശ്വാസമാണ്. എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് ഇന്നത്തോടെ കഴിയാണ്. മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും. എല്ലാവരും വീഡിയോ കാണുക, നന്നായി ഉഷാറായി എൻജോയ് ചെയ്ത് പഠിക്കുക. സോ stay tuned. Bye bye.